യെശയ്യാപ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് ശ്രദ്ധയോടെ തിരിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 12-ാം വാക്യം. അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവന്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ. പ്രൈസ് ഗോഡ്. ആത്മാവിനാൽ ശക്തി പ്രാപിച്ച കുവൈറ്റിലെ വിശ്വാസികളെ ഇറങ്ങിത്തിരിക്കുവാൻ കാലമായി. 2 നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം ഞാൻ തന്നെ വായിക്കുന്നു. നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. കണ്ണുകളെ അടയ്ക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ ദിവസത്തിന്റെ സന്ധ്യായാമത്തിൽ നിന്റെ മക്കളാകുന്ന പ്രിയപ്പെട്ടവർ അടിയങ്ങൾ ഒരുമിച്ച് ആവലോടെ കടന്നു വന്നിരിക്കുന്നു. നിനക്ക് ഞങ്ങളോട് സംസാരിക്കാനുണ്ടല്ലോ. ഇന്ന് രാത്രി കർത്താവേ, അടിയനെ അയക്കണമേ. അടിയനോട് സംസാരിക്കണമേ. ഞങ്ങളുടെ പാദപീഠത്തിൽ അടുത്ത് വരുന്നു. ഇന്ന് രാത്രികാലം നീ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബലഹീനനാകുന്ന അടിയന്റെ മേൽ നീ സംസാരിക്കേണ്ട, അത് മാത്രം സംസാരിപ്പാൻ ഇന്ന് രാത്രി നീ അടിയനെ ബലപ്പെടുത്തണം. കൃപയിൽ നീ പൊതിയണം. രക്തവളപ്പിൽ നീ മറയ്ക്കണം. ജനത്തിന്റെ കരങ്ങളിൽ തരുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. കഴിഞ്ഞ രാത്രിയില് എഴുന്നേറ്റ് പണിയുണ്ടതിന്റെ ആവശ്യകത, നെഹമ്യാവ് എന്തിനാണ് എഴുന്നേറ്റ് പണിയുവാൻ തുടങ്ങിയത് എന്ന വിഷയത്തിന്റെ പ്രാരംഭമായി പണിയണമെങ്കിൽ നാം എഴുന്നേൽക്കണമെന്ന് ഞാൻ പറയുകയുണ്ടായി. ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്ത്, ദൈവത്തിന് മഹത്വം കൊടുത്ത്, ദൈവകൃപയിൽ നിന്ന് മുന്നേറുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് പ്രകാശിക്കുവാനായി കഴിയും. ആദ്യമായി അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ ജീവിതത്തില് മാറ്റേണ്ടതിന്, ഭവനത്തിൽ നിന്ന് മാറ്റേണ്ടതിന്, അനുഗ്രഹത്തിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നതിനെ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുള്ളൂ എന്ന് നാം കേൾക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ ആരാധനയുടെ ഒരു പൂർണ്ണത ആവിഷ്കരിച്ചപ്പോഴാണ് അനുഗ്രഹത്തിന്റെ ചാനലുകൾ അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് തുറന്നതെന്ന് നാം കാണുകയുണ്ടായി. പ്രൈസ് ഗോഡ്. പിതാവിന്റെ സന്നിധി വിട്ടുപോയ യാക്കോബ് രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ കണ്ട ദർശനത്തിന്റെ മുൻപിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് തലയണയായി വെച്ച് കല്ലെടുത്ത് അതിൽ എണ്ണയൊഴിച്ച് തീ കൊളുത്തി യാഗം കഴിച്ച ഒരു യാക്കോബ്. അതിൽ നിന്ന് നാം പഠിച്ചു, പിതാവിന്റെ സന്നിധി വിട്ടോടുവാനല്ല, മറിച്ച് പിതാവിന്റെ സന്നിധിയിലേക്ക് ഉള്ള മടങ്ങി വരവ് എഴുന്നേറ്റ് പണിയേണ്ടതിന്റെ ആവശ്യകതയായി കാണുകയുണ്ടായി. പ്രൈസ് ഗോഡ്. ഫയൽ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിന്റെ 1-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഫയൽ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോട്ട് എഴുതേണ്ട ആവശ്യം കൂടുതൽ എഴുതാം, എന്നാൽ അതിൽ തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യാം. പ്രൈസ് ഗോഡ്. 4-ാമതായിട്ട് നാം കാണുകയുണ്ടായത്, അധികാലത്ത് എഴുന്നേറ്റ യോശുവ, ശത്രുവായവൻ തടഞ്ഞു വെച്ച, ശത്രുവായവൻ കടക്കുകയില്ലെന്ന് വാദിച്ച മതിലുകളെ കടന്നെടുക്കുന്ന, അനുസരണത്തോടുകൂടി മതിലുകളെ തകർക്കുന്ന അനുഭവം നാം കണ്ടുവെങ്കിൽ അവിടെ നിന്ന് നാം പഠിക്കുകയുണ്ടായി, ജീവിതത്തിനെതിരായി വരുന്ന മതിലുകൾ നമുക്കെതിരായി എഴുന്നേൽക്കുമെങ്കിൽ വിജയാളിയായിരിക്കുന്നത് അനുസരണത്തിലൂടെ എന്റെ ദൈവമാണെന്ന് മനസ്സിലാക്കുവാനായി കഴിയും. പിന്നെ നാം കാണുകയുണ്ടായി, ഭവനത്തില്
മാറ്റേണ്ടതിനെ മാറ്റുന്ന, അനുസരണക്കേടിന്റെ ഫലമായി ഭവനത്തിൽ കടന്നു വന്ന ശബദാർപ്പിത വസ്തുക്കളെ പുറത്താക്കുവാനായി ഒരു കുടുംബത്തെ കല്ലെറിയുന്ന അവസ്ഥ യോശുവയുടെ പുസ്തകത്തിൽ നാം കാണുകയുണ്ടായി. അതിനുശേഷമായി നാം കണ്ടത് പാപത്തിന്റെ ഫലമായി പരാജയപ്പെട്ട സൈന്യം പാപത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ വിജയമായി ഹായിയെ പിടിച്ചടക്കിയതായി യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് നാം കാണുകയുണ്ടായി. പ്രൈസ് ഗോഡ്. അതിനുശേഷമായി ദാവീദിന്റെ ജീവിതത്തിലൂടെ ലക്ഷ്യം തേടി പോകുന്ന, സൗഖ്യം തേടി പോകുന്ന ദാവീദിന്റെ ജീവിതത്തിൽ തന്റെ ദൈവത്തെ പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന ദുഷ്ടന്റെ വാളെടുത്തുകൊണ്ട് അവന്റെ തലയെ അറുത്തു മാറ്റുവാൻ, ശത്രുവിനെ തകർക്കുവാൻ, ശത്രുവിന്റെ പാളയത്തിൽ കടന്നു ചെന്ന ശത്രുവിന്റെ ആയുധം എടുത്തുകൊണ്ട് തന്നെ ശത്രുവിനെ വെട്ടുവാനുള്ള ദൈവകൃപ ദാവീദിന്റെ മേൽ പകർന്നതായി നാം കണ്ടപ്പോൾ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നാം എഴുന്നേൽക്കുവാൻ തയ്യാറാകുക. യോബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് ഓടി വരാം. എന്നാൽ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്തിരിക്കുമോ എന്ന് കരുതി അധികാലത്ത് എഴുന്നേറ്റ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, തലമുറയുടെ അംഗസംഖ്യക്കൊത്തവണ്ണം യാഗം കഴിക്കുന്ന ഒരു ഇയ്യോബിനെ കാണിക്കുമ്പോൾ തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്ന തലമുറയെ ഹല്ലേലൂയ, ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, അഥവാ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, നാം ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറായാൽ, അവർ പാപം ചെയ്തുവോ എന്ന് കരുതി അവർക്ക് വേണ്ടി യാഗം കഴിച്ച ഇയ്യോബ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയായി തീരട്ടെ. പ്രഭാത ധ്യാനങ്ങളിൽ എഴുന്നേൽക്കുവാൻ, ദൈവത്തോട് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രി അങ്ങനെ ചെയ്യാത്ത മാതാപിതാക്കളെ തീരുമാനമെടുക്കട്ടെ. പ്രൈസ് ഗോഡ്. ഒന്നിശോമന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അനന്തരം അവർ അതികാലത്ത് എഴുന്നേറ്റു. ആരാ അധികാലത്ത് എഴുന്നേറ്റത്? ഒരു സഹോദരി. സാധാരണ സഹോദരിമാരാ പ്രഭാതത്തിൽ എഴുന്നേറ്റുന്നത്, അല്ലെ? പ്രൈസ് ഗോഡ്. ഞാൻ അവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇതാ ഒരു സഹോദരി അധികാലത്ത് എഴുന്നേൽക്കുന്നു. എന്തിനു വേണ്ടി? അവരുടെ ജീവിതത്തിൽ ഒരു തലമുറയെ കാണുവാൻ കഴിയാതെ ഒരു നിന്ദാപാത്രമായി, തന്റെ സഹോദരിയുടെ നിന്ദയ്ക്ക് പാത്രീഭൂതയായി നാളുകൾ കരയുന്ന ഒരു സഹോദരി. ഇതാ ഹന്ന തന്റെ ഭർത്താവിനോട് ചേർന്നുകൊണ്ട് അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആരാധന കഴിച്ചതിന് ശേഷം രാമേലുള്ളവരുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ. അതിരാവിലെ വന്നു യാഗം കഴിച്ച, പ്രാർത്ഥന കഴിച്ച ഹന്നയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയുമോ? വചനം ഇങ്ങനെ വായിക്കുന്നു. അടുത്ത പദത്തിൽ ദൈവം അവളെ ഓർത്തു. പ്രൈസ് ഗോഡ്. ദൈവം ഓർക്കുക മാത്രമല്ല ചെയ്തത്, എന്റെ ദൈവമെന്ന് ഓർത്താൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ട്. ദാസൻ പറഞ്ഞതുപോലെ എന്റെ ദൈവം ഒരു വാക്ക് സംസാരിച്ചാൽ നമ്മുടെ ജീവിതത്തിന് വ്യതിയാനമുണ്ട്. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമ്മോട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ ഉളവാക്കിയ ദൈവം. സങ്കീർത്തനം 57:8 ഇങ്ങനെ പറയുന്നു, പ്രൈസ് ഗോഡ്. 63:1 ഇങ്ങനെ പറയുന്നു, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. ആരാ പറയുന്നറിയുമോ? ഒരു സാധാരണ മനുഷ്യനായ
മഹാരാജാവായ ദാവീദ് വിളിച്ചു പറയുകയാണ്, അധികാലത്ത് എഴുന്നേറ്റ് ഞാൻ എന്റെ ദൈവത്തെ അന്വേഷിക്കും. ഒരു മഹാരാജാവിന് അധികാലത്ത് എന്റെ ദൈവത്തെ അന്വേഷിക്കാമെങ്കിൽ നിസ്സാരന്മായ നമുക്ക് എന്തുകൊണ്ട് എന്റെ ദൈവത്തെ അന്വേഷിച്ചുകൂടാ? പ്രൈസ് ഗോഡ്. ഹന്ന കരഞ്ഞു, അതിരാവിലെ എഴുന്നേറ്റു, പ്രാർത്ഥിച്ചു, രാമയിലേക്ക് മടങ്ങിപ്പോയി. ദൈവം അവളെ ഓർത്തു, അവളുടെ ഗർഭപാത്രം തുറന്നു. ഒരു ദേശത്തിന്റെ പതനം കണ്ടുകൊണ്ട, ഒരു ദേശത്തിന്റെ തകർച്ച കണ്ടുകൊണ്ട, ആ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരു ഹന്നയെ ഈ എഴുന്നേറ്റപ്പോൾ എന്ത് സംഭവിച്ചു? ആ ദേശത്തിന് വിമോചകനായി, ആ ദേശത്തിന് പ്രവാചകനായി, ആ ദേശത്തിന് രാജാവിനെ വാഴിക്കുന്നവനായി. ഓ യെസ്, ഇതാ ഒരു സമൂഹം പുറത്തു വരുന്നു. ദൈവവചനവുമായി ഓരോ ഭൂഖണ്ഡങ്ങളിലേക്കും കടന്നു പോകുക മാത്രമല്ല, നിങ്ങളുടെ തലമുറയിലൂടെ ഒരു ലോകാന്തര ഉണർവിന്റെ ചാനലുകൾ തുറക്കുന്നുവെന്ന് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. ഉറകെ രകതേ ഹന്തരെ കഴിഞ്ഞ നാടുകളില് യൂറോപ്പിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് വന്ന മിഷണറിമാര് ഒക്കെ ഭാരതത്തിൽ സുവിശേഷീകരണം, മറ്റ് ഭൂഖണ്ഡങ്ങളിൽ സുവിശേഷീകരണം നടത്തിയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നമ്മുടെ തലമുറയ്ക്ക് ജനിച്ച നമ്മുടെ പൈതങ്ങൾ, അഥവാ എന്റെ തലമുറ ഈ വചനവുമായി എഴുന്നേറ്റ ഒരു അഭിഷേകവുമായി ദേശത്തിന്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ വിഷയം ഞാൻ വിളിച്ചു പറയാം. നമ്മുടെ തലമുറ പ്രഭാതത്തിൽ ഒരു ഭൂഖണ്ഡത്തിൽ ദൈവവചനം സംസാരിക്കുമെങ്കിൽ അന്ന് രാത്രി അടുത്ത ഭൂഖണ്ഡത്തിൽ ദൈവവചനം സംസാരിക്കും. വിശ്വസിച്ചെടുത്താണ്, വിശ്വസിച്ചെടുത്താണ്. എന്നെ കൊണ്ട് കഴിയാത്തത്, എന്നെ കൊണ്ട് കഴിയാത്തത് എന്റെ തലമുറയെ കൊണ്ട് കൈനടക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തത. ഇന്ന് രാത്രി നാം ആരെയാ സേവിക്കുന്നത്? യേശുവിനെ. എന്താ യേശു ചെയ്തത്? യേശുവിന്റെ മാതൃക എന്താണ്? വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1:35. അധികാലത്ത് എഴുന്നേറ്റ് ഇരുട്ടുള്ളപ്പോൾ നിർജ്ജന പ്രദേശത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ആരെ? യേശു. നമ്മുടെ മാതൃക യേശുവാണെങ്കിൽ യേശു ചെയ്തതിനെ മാനിക്കുവാൻ, അതിനെ ഏറ്റെടുക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് കഴിയട്ടെ. പ്രൈസ് ഗോഡ്. എന്റെ യേശു പ്രഭാതത്തിൽ എഴുന്നേറ്റ നിർജ്ജന സ്ഥലത്ത് പോയി ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? ശിഷ്യന്മാർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ഈ ദൗത്യം നാം ഏറ്റെടുക്കുമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശു കാണിച്ച മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് പകരുമ്പോൾ ദൈവം നമ്മെ പഠിപ്പിക്കുന്നു, യേശു നമ്മെ പഠിപ്പിക്കുന്നു നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആക്ട്സ് ചാപ്റ്റർ 12 വേഴ്സ് 7 കടന്നു വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു. ഓ കർത്താവിന്റെ ദൂതൻ പെട്ടെന്ന് 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 കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. എവിടെ? കൊല്ലുവാനായി വിധിച്ച, സഭയെ ദ്രോഹിച്ച, സഭയെ മുടിക്കുമെന്ന് വെല്ലുവിളിച്ച രാജാവ് പത്രോസിനെ തടവിലാക്കിയിരിക്കുന്നു. പത്രോസിനെ തടവിലാക്കി ചങ്ങലകളിൽ ബന്ധിച്ച് ശാന്തനായി ഉറങ്ങുന്ന അടുത്ത പ്രഭാതത്തിൽ തന്റെ തല പോകുമെന്ന് മനസ്സിലാക്കിയ പത്രോസേ,
നിനക്ക് എങ്ങനെ ഉറങ്ങുവാൻ കഴിയും? പറയാം, വാഗ്ദത്തം കിടപ്പുണ്ട്, വാഗ്ദത്തം കിടപ്പുണ്ട്. ഞാൻ ലോകജനതയുടെ മുൻപിൽ വചനവുമായി നിൽക്കുമെന്ന് വാഗ്ദത്തം കിടക്കുന്നതിനാൽ ആർക്കും എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. രാജാവേ, നീ എന്നെ പിടിച്ചിരിക്കുക. ഞാൻ ഇന്ന് രാത്രി ഇന്ന് രാത്രി ഒരു തടവിന്റെ അനുഭവത്തിലായിരിക്കുന്ന ജീവിതങ്ങളെ ദൈവാത്മാവ് പെട്ടെന്ന് കാണിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി വിളിച്ചു പറ, വാഗ്ദത്തം എന്റെ മേലുണ്ട്, വാഗ്ദത്തം എന്റെ മേലുണ്ട്, വാഗ്ദത്തം എന്റെ മേലുണ്ട്. ഞാൻ പുറത്തു വരും. യേശുവിന്റെ നാമത്തിൽ. ഇതാ പത്രോസ് ശാന്തനായി ഉറങ്ങുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സഭ തൊട്ടടുത്ത് ഒത്തൊരുമയോടെ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു? പത്രോസിന് വേണ്ടി, നേതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ. ഇന്ന് രാത്രി അവിടെ നിന്നുകൊണ്ട് ഒരു മർമ്മം വിളിച്ചു പറയട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളെ നടത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. നമ്മുടെ പ്രാർത്ഥനയാണ് അവരെ നിലനിർത്തുന്നതെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കി അവർ നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കട്ടെ. പത്രോസ് ശാന്തനായി ഉറങ്ങുന്നു. ജനം പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന വിടിവിക്കുമെന്ന് വചനം പറയുമ്പോൾ ഇതാ സഭ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് ഇതാ ദൂതൻ പ്രാർത്ഥന കണ്ട് ഇറങ്ങുകയാ. ഒരൊറ്റ ഒട്ടപാടുകയാ. എവിടെയൊക്കെ തടവിൽ കിടക്കുന്ന പത്രോസിന്റെ അടുക്കലേക്ക് വാതിലുകൾ 1 കടന്നു, വാതിലുകൾ 2 കടന്നു, വാതിലുകൾ 3 കടന്നു. ചെല്ലുമ്പോൾ എന്റെ ചിന്തയിൽ ദൂതൻ ചെല്ലുമ്പോൾ അലീസ് വിശാലനായി ഉണർന്നിരിക്കുന്ന ഒരു പത്രോസിനെ കാണുമെന്ന് ചിന്തിച്ച് കാണാം. ചെല്ലുമ്പോൾ ഇതാ പത്രോസ് കൂർക്കം വലിച്ചുറങ്ങുകയാ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ശാന്തതയോട് ഉറങ്ങുന്ന പത്രോസെ, ഇതാ ദൂതൻ ഇറങ്ങി വരുന്നു. ദൂതൻ തട്ടുകയാണ്. പത്രോസെ, 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 നീ ഒന്ന് എഴുന്നേൽക്ക്. പത്രോസ് എഴുന്നേൽക്കുന്നു. ചങ്ങലകൾ പൊട്ടിമാറുന്നു, വാതിലുകൾ തുറക്കുന്നു. ഇതാ ദൂതൻ പത്രോസിന്റെ കൈ പിടിച്ചുകൊണ്ട് ഓടുകയാ. സമയമായി പത്രോസ്, ഇറങ്ങേണ്ട സമയമായി, തെളിവിന്റെ സമയമായി, വിടുതലിന്റെ സമയമായി. പത്രോസ് കടന്നു ചെല്ലുന്നു. എവിടെയൊക്കെ ആരാധിക്കുന്ന ജനത്തിന്റെ നടുവില് ഇന്ന് രാത്രി ജനമേ ആരാധിക്കുവാൻ തയ്യാറായി. ഇന്ന് വിഷയത്തിന്റെ നടുവിൽ വിഷയങ്ങൾ ഇനി അടുക്കലേക്ക് ഇറങ്ങി വരും. പത്രോസിന് ജയിലിൽ നിന്ന് വിടുവിച്ചതേ നിന്റെ വിഷയത്തിന്റെ മുന്നിൽ നിന്നെയും വിടുവിക്കുവാൻ വിശ്വസ്തനാണ്. ഞാൻ ഈ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് തന്നൊരു ആലോചന ഇവിടെ നിന്ന് പറയുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ആരെയും വേദനിപ്പിക്കുവാനല്ല. എനിക്ക് കുവൈറ്റിനെ പറ്റി പ്രത്യേകമായി യാതൊരു അറിവുമുള്ള മനുഷ്യനല്ല. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിലത്തെ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇതിലുൾപ്പെട്ട സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു വാചകം അവരുടെ വേദനയോട് ഞാൻ വിളിച്ചു പറയട്ടെ. പൊളിച്ചു കൊണ്ടുപോകുവാനല്ല, മറിച്ച് പുറത്തു നിൽക്കുന്നവരെ അകത്ത് കൊണ്ടുവരുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഒരു ഡിവിഷന്റെ ആത്മാവ് ഇവിടെയുള്ള സഭകളിൽ ഇട്ടുകൊണ്ട് യൂണിറ്റിയെ നഷ്ടപ്പെടുത്തിയിട്ട് കുവൈറ്റിന്റെ ആത്മീയത്തെ തകർക്കുവാൻ തുടങ്ങുന്ന ഒരു ദേശാന്തര ശക്തിയുണ്ട്. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഞങ്ങൾ ഇന്ന് രാത്രി ഒരുമിച്ച് ബന്ധിച്ച് ജയമെടുക്കുക. Thank you, Jesus. Are you willing to unite together? Are you willing to stand in one accord? അവിടെയാണ്
ആത്മാവിന്റെ പ്രവാഹം, അവിടെയാണ് ആത്മാവിന്റെ പ്രവർത്തനം. സഭയെ ഉണരുക, സഭയെ ഉണരുക, ഒരുമിക്കുക, ഒന്നിച്ചെഴുന്നേൽക്കുക. നേതൃത്വത്തിനു വേണ്ടി, വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ജനമേ, അനുഗ്രഹം പ്രാപിക്കുവാനായി പിതാവിന്റെ ഭവനത്തിലേക്ക് നീ മടങ്ങി വരേണ്ടിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിൽ ഞാൻ യോഗ്യനല്ല. അവൻ എഴുന്നേറ്റു, ഞാൻ അപ്പന്റെ അടുക്കൽ മടങ്ങി ചെല്ലും. ഞാൻ പറയും, അപ്പാ, ഞാൻ നിന്നോടും ലോകത്തോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ദാസന്മാരിൽ ഒരാളായി എന്നെ കാണണമേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഒരു വേദഭാഗമാണ് എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഇവിടെ കൂടുതൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് എല്ലാ സൗകര്യങ്ങളുമുള്ള, സമ്പാദ്യങ്ങളുമുള്ള ഒരു ഭവനത്തില് ഇളയ മകൻ തന്റെ ജീവിതത്തിൽ കടന്നു വന്ന ലോക ഇഷ്ടത്തിന് ഫലമായി ഇതാ പിതാവിനോട് പറയുന്നു, എന്റെ വീതമൊക്കെ തരിക. ആ നല്ല പിതാവാകയാൽ പിതാവ് വീതമൊക്കെ കൊടുക്കുന്നു. അത് വിറ്റ് കാശാക്കി വിദൂര ദേശത്ത് കടന്നുപോയി മദ്യത്തിന്റെ പിന്നാലെ, മയക്കുമരുന്നിന്റെ പിന്നാലെ, വേശ്യാലയങ്ങൾ തോറും കയറി ഇറങ്ങി ഇതാ വലിയൊരു കൂട്ടുകാരുടെ സംഘവുമായി ഉല്ലസിക്കുന്ന, യഥോചിതം നടക്കുന്ന ഒരു യുവ സ്നേഹിതൻ. ദിവസങ്ങൾ കഴിഞ്ഞു, ചില ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. എന്ത് സംഭവിച്ചു? പണം തീരുകയാണ്. പണം തീരുന്നതനുസരിച്ച് ഓരോ സ്നേഹിതർ വിട്ടുമാറുകയാണ്. അവസാനം പോക്കറ്റിൽ ഒന്നുമില്ലാത്ത അവസ്ഥ വന്നു. മുൻപ് കഴിക്കുവാനായി, ഭക്ഷണം കഴിക്കുവാനായി നിർവാഹമില്ല. ജോലി അന്വേഷിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് കയറി ഇറങ്ങി. ജോലി കിട്ടാതെ നിരാശനായി, ഭക്ഷണം കഴിക്കുവാൻ വകയില്ലാതെ, അല്പം വെള്ളമെങ്കിലും കുടിച്ചാൽ കൊള്ളാമെന്ന് കരുതി നടക്കുന്ന യുവ സ്നേഹിതൻ അവസാനം കണ്ടെത്തി ഒരു ജോലി, പന്നികളെ മേയ്ക്കുന്ന ജോലി. അവിടെയും ഭക്ഷണമില്ല. കാണാതെ രാത്രിയുടെ യാമങ്ങളിൽ പന്നിയുടെ ആ തവിടെടുത്ത് തിന്നത് കണ്ടുപിടിച്ച യജമാനൻ പറഞ്ഞു, ഇത് പാടില്ല, പന്നിക്കുള്ളത് പന്നിക്ക്, നീ വേണമെങ്കിൽ വേറെ അന്വേഷിക്കുക. അന്ന് രാത്രി ആ യുവ സ്നേഹിതൻ എഴുന്നേറ്റിട്ട് പറയുകയാണ്, എന്റെ അപ്പന്റെ ഭവനത്തിൽ ദാസന്മാർ തിന്ന് ശേഷിപ്പിച്ച് പുറത്തേക്ക് കളയുമ്പോൾ ഞാൻ എന്തിനിവിടെ കിടന്ന് കഷ്ടപ്പെടണം? പ്രൈസ് ഗോഡ്. പാപത്തിന്റെ അടിമത്തത്തിൽ, പാപത്തിന്റെ അധീനതയിൽ കിടക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ആർ യു റെഡി ടു ഗെറ്റ് അപ്പ്? ഇന്ന് രാത്രി നീ എഴുന്നേൽക്കുവാൻ, പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ നീ തയ്യാറായാൽ, നിന്റെ തലമുറയിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ നന്മകളുടെ കൂമ്പാരങ്ങൾ അയക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ആ യുവസ്നേഹിതൻ എഴുന്നേൽക്കുന്നു, ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. എന്ത് സംഭവിക്കുന്നു? നോക്കിയിരുന്ന പിതാവ് ഓടിയെടുക്കുകയാണ്, അവനെ ആലിംഗനം ചെയ്യുകയാണ്, അവനെ മോതിരമണിയിക്കുകയാണ്, പുതിയ വസ്ത്രമണിയിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് എനിക്ക് ചില മണിക്കൂറുകൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പ്രൈസ് ഗോഡ്. മോതിരം, അവന്റെ വസ്ത്രം, പുതിയ ചെരുപ്പ് ഒക്കെ കൊടുത്തു അവനൊരു വിരുന്നുശാലയിലേക്ക് നയിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി പാപത്തിൽ കിടന്ന നമ്മെ ആ വിരുന്നുശാലയിലേക്ക് നയിച്ച എന്റെ ദൈവത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രൈസ് ഗോഡ്. എന്ത് സംഭവിച്ചു ആ യുവാവിന്റെ ജീവിതത്തിൽ? അവൻ പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നപ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായി. വചനം ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ 3:16 ഇങ്ങനെ വായിക്കുന്നുണ്ട്, തന്റെ ഏകജാതനായ പുത്രനിൽ
വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ ലോകത്തെ സ്നേഹിച്ചിട്ട് തന്റെ ഏകജാതനായ പുത്രനെ അവൻ നൽകിയവനാണ്. ഇതാ യുവസ്നേഹിതൻ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു. പിതാവ് അവനെ സ്നേഹിക്കുന്നു, പിതാവ് അവനെ സ്വീകരിക്കുന്നു. അവനൊരു പുതിയ സൃഷ്ടിയായി ആ ഭവനത്തിൽ തീർന്നതുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി പാപപരിഹാര യാഗമായി തീർന്നുവെങ്കിൽ അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. പ്രൈസ് ഗോഡ്. നാം മരിക്കും, പാപത്തിൽ നിന്ന് നാം മരിക്കുമ്പോൾ യേശുവിൽ നാം ജീവിക്കുകയാണ്. പുതിയ ജീവിതത്തിന്റെ പന്താവുകൾ തുറക്കുകയാണ്. ജീവിതത്തിന്റെ സ്വഭാവങ്ങൾ മാറുകയാണ്. നമ്മുടെ കൂട്ടായ്മകൾ മാറുകയാണ്. പ്രവർത്തനങ്ങൾ മാറുകയാണ്. നമ്മുടെ പോക്കുവരവുകൾ മാറുകയാണ്. നമ്മുടെ കാഴ്ചകൾ മാറുകയാണ്. പ്രൈസ് ഗോഡ്. ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് രാത്രി പണിയുവാൻ തയ്യാറായ നമ്മുടെ ഉടമസ്ഥനാകുന്ന യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. ഗലാത്യരുടെ 3-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങൾ വായിക്കേണ്ട ഇത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യേശുവിന്റെ ആ വസ്ത്രം, യേശു തന്നെ ഒരു വസ്ത്രമായി നമ്മുടെ മേൽ ഒരു പുതപ്പായി മാറുകയാണ്. പിന്നെ ശത്രു നമ്മെ നോക്കുമ്പോൾ കാണുന്നത് മാത്യു സാമുവലിനെ അല്ല, മറിച്ച് ജീവിക്കുന്ന യേശുവിനെയാണ്. സഹോദര സഹോദരി, നീ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറായി ദൈവത്തിന്റെ ജീവിക്കുവാൻ ആ പുതിയ പരിവർത്തനത്തിന് ഒരു പുതിയ സൃഷ്ടിയായി നീ തീരുമ്പോൾ മറ്റുള്ളവർ ശത്രു നിന്നെ കാണുമ്പോൾ നിന്നെയല്ല കാണുന്നത്, കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച് സകല സാത്താന്റെ ശക്തികളെയും കാൽക്കീഴിലാക്കിയ യേശുവിനെ കാണുമ്പോൾ അവൻ പിന്മാറുവാനായി തുടങ്ങും. നിനക്ക് മുന്നേറുവാനായി കഴിയും. പ്രൈസ് ഗോഡ്. മുന്നേറുവാൻ നീ ആഗ്രഹിച്ചിട്ട് നടക്കുവാൻ കഴിയാതെ ശത്രു നിന്നെ പുറകോട്ട് വലിക്കുമ്പോൾ യേശുവിനെ ധരിക്കുമ്പോൾ ഇതാ നീ മുൻപോട്ട് പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇവിടെ നിന്നുകൊണ്ട് പുതിയ സൃഷ്ടിയാകുമ്പോൾ നാം എന്ത് ചെയ്യണമെന്ന് ചില മിനിറ്റുകൾ സംസാരിക്കണമെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാറിലിരിക്കുമ്പോൾ ദൈവാത്മാവ് സംസാരിച്ചു. ഞാനത് ചില മിനിറ്റുകൾ മാത്രം, എന്റെ അതിന്റെ നോട്ട്സിലുള്ളതല്ല. എന്നാൽ ഒരു പുതിയ സൃഷ്ടിയാകുമ്പോൾ യേശു നമ്മെ ധരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യും? നിങ്ങൾ ഇതുവരെയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഈ പ്രോഗ്രാമിൽ ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളേവരെയും യൂലിസിലുള്ള ബേഥേൽ ഹൗസ് ഓഫ് പ്രയറിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ബേഥേൽ ഹൗസ് ഓഫ് പ്രയർ .com പോയാൽ സാധിക്കും. അഥവാ വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ പാസ്റ്റർ തോമസ് മാത്യുവിനെയോ പാസ്റ്റർ മാത്യു സാമുവലിനെയോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.